നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പോളിംഗ് കൊഴുത്തില്ല, പ്രവചനത്തിൽ തൃശങ്കു. പ്രചാരണത്തിലെ ആവേശം വോട്ടെടുപ്പിൽ പുറത്തെടുക്കാതെ കർണാടകം. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രചാരണ രംഗം ഉഴുതുമറിച്ചിട്ടും പോളിംഗ് ശതമാനം 2013 കുറവെന്ന് സൂചന. സമ്മതിദാനം രേഖപ്പെടുത്തിയത് 65% പേർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 71%-ലധികമായിരുന്നു പോളിംഗ്. അതേസമയം ഒരു കക്ഷിക്കും ഭൂരിപക്ഷം പ്രവചിക്കാതെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. കോൺഗ്രസ് 90 മുതൽ 103 വരെ സീറ്റ് നേടുമെന്ന് ടൈംസ് നൗ VMR സർവേയും 106 മുതൽ 118 സീറ്റ് വരെ പ്രവചിച്ച് ആക്സിസ് ഇന്ത്യ ടുഡേ സർവേയും. ടൈംസ് നൗ BJPക്ക് നൽകുന്നത് 80 മുതൽ 93 വരെയും ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് 79 മുതൽ 92 വരെയും സീറ്റുകൾ. സർക്കാർ രൂപീകരണത്തിൽ JDS നിർണായക ശക്തിയാകുമെന്നും പ്രവചനം. സംസ്ഥാനത്ത് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് ആകെയുള്ള 224 സീറ്റുകളിൽ 222 ഇടത്തേക്ക്. ബംഗളൂരുവിലെ ജയനഗറിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത് സ്ഥാനാർത്ഥിയുടെ മരണം മൂലവും RR നഗറിൽ 10,000-ഓളം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പിടിച്ചെടുത്തതിനെ തുടർന്നും. RR നഗറിലെ തിരഞ്ഞെടുപ്പ് ഈ മാസം 28-ന് നടക്കും. പുകിലായി, പിടിയിലായി. മലപ്പുറത്ത് തിയേറ്ററിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി കസ്റ്റഡിയിൽ. 2 ആഴ്ച മുൻപ് പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കാതെ ഇരുന്നതിനെ തുടർന്ന് വിവാദമായ സംഭവത്തിൽ പിടിയിലായത് പാലക്കാട് തൃത്താല സ്വദേശി മൊയ്തീൻ കുട്ടി. തിയേറ്ററിൽ ബാലികയെ പീഡിപ്പിക്കാൻ ഒത്താശയുമായി ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ചും അന്വേഷണം. മലപ്പുറം എടപ്പാളിലെ തിയേറ്ററിൽ നടന്ന സംഭവം പുറത്തായത് സിനിമാ ഹാളിലെ CCTV ദൃശ്യങ്ങൾ വഴി. ബാലിക സിനിമയ്ക്കെത്തിയത് അമ്മയെന്ന് തോന്നിക്കുന്ന സ്ത്രീക്കൊപ്പം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പ്രതി ഒരേ സമയം ഇരുവരെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. കഴിഞ്ഞ മാസം 18-ന് നടന്ന സംഭവത്തെക്കുറിച്ച് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയത് 26-ന്. പ്രതിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് ഇന്ന് ടെലിവിഷൻ ചാനലുകൾ തിയേറ്ററിലെ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ. തുടർന്ന് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ DGP നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ വിഷയത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും. സന്ദർശനത്തിലും പാർട്ടി ഭേദം. മാഹിയിലെ പള്ളൂരിൽ കൊല്ലപ്പെട്ട CPM നേതാവ് ബാബുവിന്റെ വീട് മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കും. കാസർകോട്ടെ പരിപാടികൾ കഴിഞ്ഞ് വൈകിട്ട് കണ്ണൂരിലെത്തുന്ന പിണറായി രാത്രി 8 മണിയോടെ ബാബുവിന്റെ വീട്ടിലെത്തുമെന്ന് സൂചന. അതേസമയം കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ ഷമേജിന്റെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ ഇരു പാർട്ടികളിലെയും നേതാക്കൾ പരസ്പരം സന്ദർശനം നടത്താൻ കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ ധാരണയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമെടുത്തിട്ടും BJP പ്രവർത്തകന്റെ വീട് സന്ദർശിക്കുന്നതിലെ അവ്യക്തത വിമർശന വിഷയമാകും. നേരത്തെ വരാപ്പുഴയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ വീട് പിണറായി സന്ദർശിക്കാതെ ഇരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാലവർഷം നേരത്തെ വരും. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും വ്യാപകമായി പെയ്യുന്ന വേനൽ മഴ 15 വരെ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രതയ്ക്ക് മുന്നറിയിപ്പ്. കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പാർട്ടിയോ പോലീസോ? വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ അന്വേഷണം CPM-ലേക്ക് നീട്ടി ക്രൈംബ്രാഞ്ച്. കേസിലെ പുതിയ വഴിത്തിരിവ് കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ അമ്മ ശ്യാമളയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന്. പ്രതിപട്ടിക തയ്യാറാക്കിയത് CPM നേതാവിന്റെ വീട്ടിലെന്നും ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് CPM-ഉം പോലീസുമായുള്ള ധാരണ പ്രകാരമെന്നും ശ്യാമള. പരാതിയെ തുടർന്ന് CPM ആലങ്ങാട്ട് ഏരിയ സെക്രട്ടറി MK മധുവിന്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം. റൂറൽ SP ആയിരുന്ന AV ജോർജിനെ കേസുമായി ബന്ധപ്പെട്ട് സ്വാധീനിക്കാൻ CPM നേതാക്കൾ ഫോൺ ചെയ്തതായി ആരോപണം. സംഭവത്തിന് പിന്നിൽ പാർട്ടി ജില്ലാ പ്രാദേശിക നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ശ്യാമളയുടെ ആവശ്യം. പോലീസിനെ കുരുക്കിലാക്കിയ വരാപ്പുഴ കേസിൽ ആരോപണ വിധേയനായ SP AV ജോർജിനെ സസ്പെൻഡ് ചെയ്തത് ഇന്നലെ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.